മഹേശ്വരം പോറ്റി സാറില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ജാമ്യം കിട്ടില്ലായിരുന്നു. വക്കീലിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നെ ജയിലിൽ നിറക്കാൻ വേണ്ടി നീ അനുഭവിച്ച കഷ്ടപ്പാട് അച്ഛൻ ഒരിക്കലും മറക്കില്ല. ഇവിടുന്ന് ജാമ്യം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. അന്ന് തന്നെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പതാ ജാമ്യവും കിട്ടി. ഞാനല്ല, യഥാർത്ഥത്തിൽ മഹേശ്വരം പോറ്റി സാറാ ഇതെല്ലാം ചെയ്ത്. അവന്തിയെടുത്ത് എന്താ പറയുന്നത്? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛനെ ജാമ്യത്തിലിറക്കിയ നമ്മളാണെന്നുള്ള കാര്യം അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഏട്ടത്തിയാണെന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. പാവം കൃഷ്ണഭദ്രൻ സാർ നമ്മളും കഷ്ടപ്പെട്ടത് മെച്ചം. എല്ലാവരുടെ മുമ്പില് അവന്തിയെടുത്തി നല്ല ഗെയിമാ കളിക്കുന്നത്. ജാമ്യത്തിലിറക്കി നമ്മളാന്ന് പറഞ്ഞ അച്ഛൻ പോലും വിശ്വസിക്കില്ല. 2-3 ദിവസം തറയിലും ബെഞ്ചിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് വന്നതല്ലേ. നല്ല ബോഡി പെയിൻ കാണും. ഞാൻ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെക്കാം. വേണം. ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കണം. വല്ലാത്ത ക്ഷീണമുണ്ട്. എന്തായാലും ആദ്യം ഞാൻ നന്ദിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്റെയൊക്കെ കൃഷ്ണഭദ്ര സാർ വഴിയല്ലേ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത്? അതെ, പക്ഷേ അതൊന്നും അച്ഛനിപ്പോ വിശ്വസിക്കുന്നില്ല. അച്ഛൻ ഞങ്ങളെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. സാരമില്ല, നമ്മൾ ചെയ്തതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. എപ്പോഴെങ്കിലും അച്ഛൻ സത്യം മനസ്സിലാക്കിക്കോളും. താൻ വാ.